ചോദിച്ചോളൂ സാർ. സുഹൃത്തുക്കളെ, തിരക്കണ്ട, നല്ല സമാധാനത്തിൽ പറയാം. അരുണേട്ടാ, എനിക്ക് മൂന്ന് കക്ഷികളോടും കൂടിയാണ് പറയാനുള്ളത്. ഒരു അഭ്യർത്ഥനയാണ്. ഇപ്പൊ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനാവൂല, ഉറപ്പല്ലേ? അതാവൂല. പിന്നെ സി പി എമ്മിനും ആവൂല. അതേ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളത് മോഡിക്കാം. അതൊരു സംശയമില്ല. അതിൽ 2-3 കാരണങ്ങൾ അടിസ്ഥാനപരമായിട്ട് അല്ല. പറയട്ടെ ഒന്നാമത് പറയാനുള്ളത്, ഒന്ന് പറയട്ടെ. എന്തിനാണ് ബേജാറാകുന്നത്? ഞാനിവിടെ ഉണ്ട്. കോംട്രസ്റ്റ് കമ്പനി ഇവിടെ ഉണ്ട്. കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഇവിടെ ഉണ്ട്. കേരള സോപ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെ പൂട്ടിയിട്ടതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, കരീം ഖാക്ക് ഈ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത് ഇത്രയും പല്ലുണ്ട് എന്നുള്ളത്. കരീംക്ക് ആരോടും ചിരിക്കാറില്ല. കരീംക്ക ജയിക്കണം, അതാണ് പറയാനുള്ളത്. മിണ്ടല്ല ഗിരീഷ, പറയട്ടെ. കരീംക്ക ജയിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങളെ ഭിന്നശേഷിക്കാരെ ആക്ഷേപിച്ചതിൽ മുൻപന്തിയിലാണ് കരീംക്ക. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, വികലാംഗിയായിട്ടുള്ളത്. ഞങ്ങളെ കണ്ണു വർഗീയവാദികളോട് ചിരിക്കൂല. അതെന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ കഴിവ്. എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ട് ചങ്കത്ത് കൈ വെച്ചിട്ട് ഞങ്ങൾ മരിക്കുന്നവരെ പറയൂ. മരിച്ചു വീണാലും ഞങ്ങളെ കുത്തി വളർത്താനല്ലാതെ ഞങ്ങളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയൂല. അത് ഉറപ്പാണ്. അത് ഈ കോൺഗ്രസ്സുകാരെ നോക്കിയാൽ മതി. നിങ്ങള് ഇവിടെ BJPയും CPM-ഉം നേർക്ക് നേർ മത്സരിക്കുന്ന എത്ര മണ്ഡലങ്ങളുണ്ട്? 540. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാനൽ ഒരു ചോദ്യം കൂടി. അരുണ്, നമ്മുടെ DCC പ്രസിഡന്റ് പറഞ്ഞു കരീംക്ക വ്യവസായ മന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ളത് ഒരൊറ്റ ഉത്തരവുള്ളൂ. മൂപ്പർ ആ കാലത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവൂല. അതായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം. കരീംക്കനെ പുകഴ്ത്തിയത് ആരായിരുന്നു? പ്രതിരോധ മന്ത്രി AK ആന്റണിയാണ് പറഞ്ഞത് ഇതുപോലൊരു വ്യവസായ മന്ത്രിനെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് മതി. വോട്ട് വികസനം അറിയാൻ